ബഹിരാകാശ യാത്രികരായ സുനിത വില്യംസിനെയും ബുച്ച് വിൽമോറിനെയും തിരികെ ഭൂമിയിൽ എത്തിക്കാനുള്ള ദൗത്യവുമായി സ്പേസ് എക്സ് ക്രൂ 10 അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് പുറപ്പെട്ടു. ഫ്ലോറിഡയിലെ കെന്നഡി സ്പേസ് സെന്ററിൽ നിന്നും ഫാൽക്കൺ 9 റോക്കറ്റിലാണ് സ്പേസ് എക്സ് ക്രൂ 10 വിക്ഷേപിച്ചത്. ഇന്ത്യൻ സമയം ഇന്ന് പുലർച്ചെ 4:30-നാണ് 4 ബഹിരാകാശ സഞ്ചാരികളുമായി പേടകം പുറപ്പെട്ടത്. നാളെ രാവിലെ 9 മണിക്കാണ് ഗ്രൂപ്പ് 10 അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ ഡോക്ക് ചെയ്യുക. ബഹിരാകാശ നിലയത്തിൽ കഴിയുന്ന 9 സംഘത്തിലെ സുനിത വില്യംസിനെയും ബുച്ച് വിൽമോറിനെയും തിരികെ കൊണ്ടുവരികയാണ് ക്രൂവിന്റെ പ്രധാന ലക്ഷ്യം. 2024 ജൂണിലാണ് സുനിത വില്യംസും വിൽമോറും 8 ദിവസത്തെ ദൗത്യത്തിനായി ബോയിംഗ് പരീക്ഷണ സ്റ്റാർ ലൈനർ പേടകത്തിൽ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് പുറപ്പെടുന്നത്. സ്റ്റാർ ലൈനർ പേടകത്തിലെ സാങ്കേതിക തകരാറുകളെ തുടർന്ന് കഴിഞ്ഞ 9 മാസത്തിൽ അധികമായി ഇവർ അവിടെ തന്നെ തുടരുകയാണ്. പലതവണ ഇവരെ മടക്കിക്കൊണ്ടുവരാൻ നാസ ശ്രമിച്ചിരുന്നു. എന്നാൽ ഓരോ തവണയും പല സാങ്കേതിക പ്രശ്നങ്ങൾ കാരണം അത് നടന്നിരുന്നില്ല. ഹീലിയം ചോർച്ചയും മറ്റു തകരാറുകളും വെല്ലുവിളിയാവുകയും ചെയ്തു. വരുന്ന മാർച്ച് 19-നാണ് ഇരുവരെ ഭൂമിയിൽ എത്തിക്കുമെന്ന് നാസ അറിയിച്ചിരിക്കുന്നത്.